വൃന്ദ ACP കാണാൻ പോയിട്ട് കുറെ നേരം ആയല്ലോ. അവളെ കാണുന്നുമില്ലല്ലോ. കല്യാണം ആലോചിച്ച പെണ്ണല്ലേ, ഒന്ന് സ്വകാര്യമായിട്ട് കാണാൻ ഇതുപോലുള്ള അവസരല്ലേ കിട്ടുള്ളൂ. സോ വൃന്ദ വന്നേ പറ്റൂ. ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് KCP പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ACPയുടെ നമ്പറാണെന്ന്. നിങ്ങൾ കരുതുന്ന പോലെ ഇതത്ര നിസ്സാര പ്രശ്നമൊന്നുമല്ല. ACP അതിബുദ്ധിമാനാ. നമ്മൾ മനസ്സിൽ കാണുമ്പോ അയാൾ മാനത്ത് കാണും. നീ എന്താ പറയുന്നേ? ACP വൃന്ദയെ വിളിച്ച അവളെ അറസ്റ്റ് ചെയ്യാനാണെന്നാണോ? നിന്റെ നാവിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരുള്ളൂ. വൃന്ദ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് പ്രതിസന്ധിയിലായിക്കണോന്നാ എന്റെ പേടി. വൃന്ദ നിന്നെ പോലെ മണ്ടത്തരം ഒന്നും പറയില്ല. നീ എന്തിനാ എന്നെ കളിയാക്കുന്നേ? നിന്റെ മണ്ണൻ കളിയാണ് ഇപ്പൊ നമ്മളെ കുരുക്കിലാക്കിയിരിക്കുന്നത്. അതെ, എന്റെ മണ്ടത്തരം കൊണ്ട് നമ്മൾ കുരുക്കിലായെങ്കിലേ ആ കുരു കഴിക്കാനും എനിക്കറിയാം. വൃന്ദയ്ക്ക് അബദ്ധമൊന്നും സംഭവിക്കില്ല. ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മളെക്കാളും മുകളിൽ അവള്. വൃന്ദ വരാൻ ലേറ്റ് ആവുന്നത് വേറെന്തോ പ്രശ്നമാ. എടി, എനിക്കൊരു സംശയം. ഇനി നിനക്കെന്താ സംശയം? ആരവനെ കാണുന്നില്ലല്ലോ. അവൻ എങ്ങോട്ട് പോയെന്നും അറിയില്ല. ACP ആരവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാവോ? ആരവനെ ACP അറസ്റ്റ് ചെയ്തോ? ആരവനെയും വൃന്ദേനെ ഒരുമിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണോ ACPയുടെ ഉദ്ദേശം? എന്റെ പൊന്നു ഷൈനി, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷനിലാക്കാതെ. ആരവിനെ പോലീസ് പൊക്കിയെങ്കിൽ എപ്പോഴേ പുറത്ത് ന്യൂസ് വന്നേനെ. ചില സെൻസേഷണൽ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആ ന്യൂസ് പുറത്തുവിടില്ല. നിന്റെ ആവശ്യമില്ലാത്ത സംശയങ്ങളെ ഇപ്പൊ മൊത്തത്തില് പ്രശ്നങ്ങളാ. നീ ഇങ്ങനെയുള്ള സംശയമൊന്നും പറയാതിരിക്കും. ഞാൻ സംശയിച്ച പോലെ സംഭവിച്ചൂടെ? ACP വൃന്ദയെ വിളിച്ചു വരുത്തി അവളെ ഉപയോഗിച്ച് ACP ഓഫീസിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു വരത്തില്ലെന്ന് എന്താ ഉറപ്പ്? എന്നിട്ട് ഒരു കൂട്ട അറസ്റ്റിനുള്ള പദ്ധതി ആയിക്കൂടെ?